പ്രിയമുള്ളവരെ, ഇന്ന് നടന്ന ബജറ്റിൽ ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരുപാട് പദ്ധതികളുണ്ടെന്നാ പറയുന്നത്. ഉണ്ടോ? പൊതുവെയുള്ള അഭിപ്രായം എന്താണ്? നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണ്? ജനങ്ങൾക്ക് ഉപകാരപ്പെടണം. ഏത് സർക്കാരായിരുന്നാലും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പദ്ധതികൾ നടപ്പിലാക്കണം. അതാണ് ഒരു ഗവൺമെന്റിനെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, കുത്തക കമ്പനികളെ കേരളത്തിലേക്ക് ക്ഷണിച്ച് മുഖ്യമന്ത്രി ബജറ്റിൽ കുറേ കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്നതാണ്. നമ്മുടെ തീരദേശ മേഖല വമ്പൻ കമ്പനികൾക്ക് തീരതി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടത്തേക്ക് അവസ്ഥ എന്താവും എന്ന് ഞാൻ പറയണ്ടല്ലോ അല്ലേ? എന്തായിരുന്നാലും ഒരുപാട് പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വമ്പൻ കമ്പനികളെ കേരളത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. വമ്പൻ കമ്പനികൾ വന്ന് കേരളത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ്. ഒരുപാട് പേർക്ക് ജോലി കിട്ടും, അതൊക്കെ നല്ല കാര്യം. പക്ഷേ ഇതിന് മുമ്പ് കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ നിന്നും വിപരീതമായി അദാനി ഗ്രൂപ്പിന് കേരളത്തിന്റെ തീരദേശം കംപ്ലീറ്റ് തീരെഴുതി കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് അദാനിക്ക് ഒരു വിരുന്നിന് പോയായിരുന്നു. ഒരു സീക്രട്ട് ചർച്ച എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായിരുന്നാലും എന്തെങ്കിലും ലിങ്ക് ഉണ്ടോ എന്ന് അറിയത്തില്ല കേട്ടോ. എന്തായിരുന്നാലും വമ്പം പരിപാടികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ജനങ്ങൾ ഇതിൽ പെടുവെന്നാണ് തോന്നുന്നു. ഒരുപാട് ജനങ്ങൾ ഉപകാരപ്രദമായ പദ്ധതികൾ ഒരുപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അത് നടപ്പിലാവുമോ ഇല്ലയോ എന്നാണ് കണ്ടറിയേണ്ടത്. നടപ്പിലാവാനായിട്ട് അതിനുള്ള പണം കണ്ടെത്തണമല്ലോ. ഈ പണം എവിടെ നിന്ന് കണ്ടെത്തും? അതാണ് ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത്. ജനങ്ങളെ പറ്റിക്കാനായിട്ട്, കണ്ണിൽ പൊടിയാനായിട്ട് കോൺഗ്രസ് പാർട്ടി പണ്ടേ വിദഗ്ധന്മാരാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് എത്ര തെളിവ് നിരത്തി കഴിഞ്ഞാലും അത് കള്ളത്തരങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ട് ഇതേ കണക്ക് കഴിവുള്ളൊരു നേതാവുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് കേട്ടോ. ഇത്രയും കള്ളത്തരം, ഏത് കള്ളത്തരമായിരുന്നാലും അത് പറഞ്ഞ് ഫലിപ്പിച്ചത് സത്യമാക്കി മാറ്റാനായിട്ട് ഇദ്ദേഹത്തിനെ കൊണ്ടേ പറ്റൂ കേട്ടോ. എന്തായിരുന്നാലും നല്ലത് വരട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റ് ചെയ്യുക. ഓക്കെ.